അടിമാലി മണ്ണിടിച്ചിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു പിടച്ചിലാണ്. ആ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യര് അവർക്ക് സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒന്നും കൊടുത്തില്ല, കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞതും കൊടുത്തില്ല. അവരിപ്പോൾ പട്ടിണി സമരത്തിലാണ്. അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നു. 30 ദിവസം പിന്നിട്ടിട്ടും അധികൃതർ ഇടപെടാതെ വന്നതോടെയാണ് സമരം ഘടിപ്പിച്ചത്. പ്രായമായവരും കുട്ടികളും ഗർഭിണികളും അടക്കം 3 ദിവസമായി പട്ടിണി കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പുനരധിവാസം സാധ്യമാകാത്തതിനെതിരെയാണ് അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അവരിപ്പോൾ സമരം ചെയ്തു. ഞങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം ഇല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. പോകാനൊരിടമില്ല. ഇവർ കൊണ്ടുപോയി അടക്കിക്കോളുന്നേ പള്ളിക്കുടിയിൽ. അടിമാലി ദുരന്ത ബാധിതരുടെ സമരം ഇന്നിപ്പോൾ 31 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പട്ടിണി സമരമാണ് ഇപ്പോൾ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിണി സമരം ഇപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഈ കാണുന്നത് പോലെ തന്നെയുള്ള സമരം തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു പട്ടിണി സമരത്തിലേക്ക് പോകേണ്ടി വന്നതിൻ്റെ ഒരു കാരണം ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ വീഴ്ചയല്ലേ? ഇവരുടെ വീഴ്ച തന്നെയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. കഴിഞ്ഞ 10-ാം തീയതി വന്നിട്ട് MLA പറഞ്ഞു, MP പറഞ്ഞു 2 ആഴ്ചത്തെ കൊണ്ട് 22-ാം തീയതി നിങ്ങൾക്ക് തീരുമാനമാവെന്ന് പറഞ്ഞിട്ട് വരാം. ആ 22-ാം തീയതി തീരുമാനം ആവാത്തതുകൊണ്ട് നിങ്ങൾക്ക് പട്ടിണി സമരം തുടങ്ങി. അപ്പോൾ ഈ വെയിലും മഴയൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്? പറ്റില്ല മനസ്സാ. ബാപ്പ ആശുപത്രി പോയേക്കുവാ. ട്രിപ്പിട്ട് കിടത്തിയ കുറച്ച് കുറഞ്ഞു പോയി. എനിക്ക് അത്രയും കൂടി പറ്റില്ല. കൈ വിരലൊക്കെ മരച്ച് ഇതിൻ്റെ വിവരമൊന്നും അറിയാൻ എനിക്ക് കിടക്കാൻ കിടപ്പടമില്ല. നോക്കാനും അന്വേഷിക്കാനും ഞങ്ങൾക്ക് ആരും ഏതും ഇല്ല. ഇതുങ്ങളും ഞങ്ങളും ഒരേപോലെ തന്നെ ജീവിച്ചത് അസുഖസുന്ദരമായിട്ട് ഒരു കുഴപ്പമില്ലാതെ. NHകാരുടെ ഞാൻ പറഞ്ഞില്ല, അവർ കാരണം ഒറ്റൊരു കാരണമാണ് ഞങ്ങൾ ഈ പെരുവഴിയിലായേക്കണേ. ഞങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം ഇല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിന്ന് മരിക്കട്ടെ എന്നേ, അല്ലാതെ പിന്നെ എന്നെ പോകാനൊരിടമില്ല. ഇവർ കൊണ്ടുപോയി അടക്കിക്കോളുന്നേ പള്ളിക്കുടിയിൽ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടെയായിരുന്നു അടിമാലിയിൽ കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഈ കാണുന്ന ആളുകൾക്കെല്ലാം കിടപ്പാടം നഷ്ടപ്പെടുകയും ചെയ്തത്. എന്തായാലും ഇത്രയും കാലമായിട്ടും ആരുടെയും ഭാഗത്തുനിന്നും ഒരു നീതി ലഭിച്ചിട്ടില്ല. ഇവർ ചെയ്യാത്ത കുറ്റത്തിനാണ് അല്ലെങ്കിൽ അവർ ചെയ്യാത്ത പ്രവൃത്തിക്കാണ് ഇത്തരത്തിലൊരു ദുരിതം അവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ സമയം വരെയും കളക്ടർ ഇവിടേക്ക് എത്തിയില്ല എന്നൊരു പരാതി കൂടി അവർക്കുണ്ട്. കളക്ടർ എത്തി ഈ പ്രശ്നത്തിന് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം കാണണമെന്നാണ് ദുരന്ത ബാധിതരുടെ, അതോടൊപ്പം തന്നെ ഈ സമരം ചെയ്യുന്ന ആളുകളുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ചിതിമാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷിൻ, റിപ്പോർട്ടർ ഇടുക്കി. ഇങ്ങനെ എത്രയോ മനുഷ്യരുണ്ട് അല്ലേ? അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന മനുഷ്യർ. അവർക്ക് അവകാശപ്പെട്ടതാണ്, അവർക്ക് നിഷേധിക്കപ്പെട്ട നീതിയാണ്. അത് കൊടുക്കാൻ അധികൃതർ തയ്യാറാവണം. ബെന്യാമിൻ പറയുന്നത് പോലെ സ്വന്തമായിട്ട് അനുഭവങ്ങളില്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കെട്ടുകഥകളായിട്ട് തോന്നും. അത് മനുഷ്യർക്ക് തോന്നാം, പക്ഷെ അധികാരികൾക്ക് തോന്നരുത്. അധികാരികൾ കൺമുന്നിൽ കണ്ടതാണ് ആ മണ്ണിടിച്ചിൽ ദുരന്തം. ആ സമയത്ത് വന്ന് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും. ഒടുവിൽ ആ വാർത്ത മാഞ്ഞു പോകുമ്പോൾ ആ വാഗ്ദാനങ്ങളും മാഞ്ഞു പോകും. അതാണ് യാഥാർത്ഥ്യം. അത് ഈ വിഷയത്തിലെന്നല്ല, എല്ലാ വിഷയത്തിലും അത് തന്നെയാണ്.